കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്ന് രാവിലെ ആയപ്പോൾ നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൻ്റെ ഒരു ടി വി സ്പോട്ട് ലഭിച്ചിരിക്കുകയാണ്. 30 സെക്കൻഡ്സുള്ള ടി വി സ്പോട്ടാണ്, അല്ലാതെ ട്രെയിലർ അല്ല. ഓക്കെ, ഞാൻ ആദ്യമേ പറയാം, ട്രെയിലർ അല്ല. ട്രെയിലർ എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് 2 മിനിറ്റോ അല്ല 3 മിനിറ്റോളം കാണും. ഇത് ടി വി സ്പോട്ടാണ്, മീൻസ് ടി വിയിൽ പരസ്യം പോലെ കാണിക്കാനുള്ള ഒരു സംഭവമാണിത്. അതാണ് ഇത്രയും സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്യാപ്റ്റൻ മാർവലിലേതും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ക്യാപ്റ്റൻ മാർവലിലേത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ കുറിച്ച് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Some people move on, but not us. ട്രെയിലർ തുടങ്ങുന്നതിന് മുമ്പ് 5-6 ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടാണ് മാർവൽ സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ലോഗോ പറയുന്നത്. ആ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ഡസ്റ്റ് ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. നമ്മുടെ ആൻറ്റിമാൻ വാസ്പിലെ വാസ്പ്, നമ്മുടെ ഫാൽക്കൻ, വിഷൻ, ബ്ലാക്ക് പാന്തർ, പിന്നെ നമ്മുടെ ബക്കി എന്നിവരൊക്കെയാണ് ഈ നമ്മുടെ നിക് ഫ്യൂരി എന്നിവരൊക്കെയാണ് ഈ ട്രെയിലറിൽ ആദ്യം ജസ്റ്റ് 1 സെക്കൻഡിൽ രീതിയിൽ ജസ്റ്റ് എല്ലാം ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ അവരെ കളർ കളക്ഷൻ ചെയ്തിട്ട് നമ്മുടെ റെഡും ബ്ലാക്കും മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ കളറും കാണാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെഡും ബ്ലാക്കും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, നമ്മൾ ഏകദേശം നമ്മുടെ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ പോലെ സാമ്യം തോന്നിക്കുന്ന കളർ സ്കീമാണ് ഇത്രയും സെക്കൻഡ്സ് കൊടുത്തത്. മാർവൽ സ്റ്റുഡിയോസ് വന്ന ശേഷം നമ്മുടെ സ്നാപ്പിന് ശേഷം, നമ്മുടെ താനോസിൻ്റെ സ്നാപ്പിന് ശേഷമുള്ള ന്യൂയോർക്കിനെ സിറ്റിയാണ് കാണിക്കുന്നത്. സ്നാപ്പിന് ശേഷമുള്ള സിറ്റി നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിലാണെങ്കിൽ പണിഷർ സീസൺ 2 ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ വലിയ എഫക്റ്റ് ഞാൻ അത് കണ്ടിട്ടില്ല. അപ്പം നെറ്റ്ഫ്ലിക്സ് ഒന്നും എല്ലാവരും കാണുന്നില്ലല്ലോ. അപ്പം നമ്മുടെ MCUവിൽ സ്നാപ്പിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത് ആ സിറ്റി ഏരിയയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ലുക്കാണ് ഇപ്പം കണ്ടത്. ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്ത് നല്ല രസത്തിൽ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കാണാം, ആളില്ലാത്ത സ്ഥലങ്ങൾ. നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടുത്ത് ഇഷ്ടംപോലെ ബോട്ടുകൾ വന്ന് കിടപ്പുണ്ട്. ബോട്ടുകളിലേക്ക് ചിലപ്പം ആളില്ലാതെ ആ ബോട്ടിലുള്ളവരൊക്കെ ചിലപ്പോൾ ഡസ്റ്റായി പോയതുകൊണ്ട് ആ ബോട്ട് തനിയെ വന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ വന്ന് ഇങ്ങനെ കൂടിക്കിടന്നതായിരിക്കാം. അതിനുശേഷം ഒരു ഓഫീസ് റൂമാണ് കാണിക്കുന്നത്. ഒരു ഓഫീസ് റൂമിൻ്റെ സൈഡിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ്. പിക്ചറിൽ വേർ ഡു ബി ഗോ നൗ ദാറ്റ് ദേ ആർ ഗോൺ എന്നാണ് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്നാപ്പിന് ശേഷം കുറേ പേര് പോയപ്പം അവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെ കുറ്റം പറയണമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കുറേ പേര് അവഞ്ചേഴ്സിനെ കുറ്റം പറയുന്നു, കുറേ പേര് പറഞ്ഞ് ഏലിയൻസ് വന്നെന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് ആ കൺഫ്യൂഷൻ ആകെ ഈ സ്നാപ്പിലാണ് പോയെന്നുള്ള കാര്യം ആകെ അറിയാനുള്ളത് എർത്തിൽ നമ്മുടെ അവഞ്ചേഴ്സിന് പിന്നെ വക്കാണ്ടയുള്ള കുറച്ച് പേർക്ക് മാത്രമാണ്. അല്ലാതെ വേറെ ആർക്കും ഇതിനെക്കുറിച്ച് വലിയ പിടുത്തം ഒട്ടുമേ ഇല്ല. പിന്നെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാം, ആ ഒരു സീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് കുറേ പേര് കൂട്ടത്തോടെ ഇരിക്കുന്ന കാണാം. അത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, ക്ലിയർ അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്ത സീനിൽ കാണിക്കുന്ന ആ ക്യാപ്റ്റൻ അമേരിക്കയാണ് അവിടെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ തോന്നുന്നുണ്ട്. മീൻസ് ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ എടുത്ത് ചോദിച്ച് ക്യാപ്റ്റൻ അമേരിക്ക ചിലപ്പോൾ തിരിച്ച് റിക്രൂട്ട് ചെയ്യാൻ വന്നിരിക്കാം. ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് സിവിൽ വാറിന് ശേഷം ക്യാപ്റ്റൻ അമേരിക്ക എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എങ്ങനെയെങ്കിലും ഇവരെ സേവ് ചെയ്യണം എന്നൊക്കെ വലിയ എന്തെങ്കിലും പറയുന്നതായിരിക്കാം അവിടെ നടക്കുന്നത്. അതിനുശേഷം ക്യാപ്റ്റൻ അമേരിക്ക തന്നെ ജോ പാകം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുന്നുണ്ട്. അത് എന്താണ് ക്യാപ്റ്റൻ അമേരിക്ക മീൻ ചെയ്യുന്നൊരു പിടിയുമില്ല. അതിനുശേഷം കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനാണ് നമ്മുടെ അയൺമാനും നെബുലയും കൂടിയാണ് എന്തോന്നോ ഒരു വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. അപ്പം നമ്മുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇൻസ്പയർ ആയത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് അയൺമാൻ 1 ആരെങ്കിലും കണ്ടാന്ന് എനിക്ക് കാരണം കണ്ടിട്ടുണ്ടായിരിക്കും, മിക്കവാറും കണ്ടു കാണും. അതിലൊരു സീനുണ്ട്, നമ്മൾ അയൺമാൻ കേവിൽ പെട്ടുപോകുന്നു. അപ്പം ടോണി സ്റ്റാർക്ക് സ്വന്തമായിട്ട് ഫസ്റ്റ് അയൺമാൻ സ്യൂട്ട് Mark 1 ക്രിയേറ്റ് ചെയ്യുന്നു. അതേ ഒരു ഫീൽ എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം അതേ രീതിയിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പം അതിനെ ഇൻസ്പയർ ചെയ്ത് ചിലപ്പം വല്ല ടോണി സ്റ്റാർക്ക് വല്ല എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമോ, ചിലപ്പം സർവൈവ് ചെയ്യാൻ വേണ്ടി ഫുഡില്ല, വാട്ടറില്ല, ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർവൈവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെത്തേഡായിരിക്കും ടോണി സ്റ്റാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ സീൻ കാണാൻ തോന്നി മിക്കവാറും ടോണി സ്റ്റാർക്ക് എർത്തിൽ എത്തുന്നത് ടോണി സ്റ്റാർക്കിൻ്റെ ബുദ്ധി തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലാതെ വേറെ ആരും അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് എനിക്ക് ഒരു വിശ്വാസം വരുന്നുണ്ട്. പിന്നെ മാർവൽ സ്റ്റുഡിയോസാണ് ഇത്, എൻഡ് ഗെയിമിൻ്റെ ടി വി സ്പോട്ടാണ്. എന്തൊക്കെ ഫേക്ക് ഉണ്ടെന്ന് ആർക്കാരും ചില സീൻസ് വരെ ഫേക്കായിരിക്കും. അപ്പം ഒന്നും നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ കഴിയില്ല.
അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഫെസിലിറ്റിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ബ്രൂസ് ബാനർ, നമ്മുടെ വാർ മെഷീൻ, പിന്നെ നമ്മുടെ ബ്ലാക്ക് വിഡോ, ഇവർ 4 പേരും കൂടി ആകാശം നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മീൻസ് എന്തോ ഒരു സ്പേസ് ഷിപ്പോ ആരോ വരുന്നത് പോലെ ഒരു ഫീൽ നമുക്കപ്പോൾ കിട്ടുന്നുണ്ട്. മിക്കവാറും അത് ഒന്നെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടോണി സ്റ്റാർക്കും നെബുലയും സ്പേസ് ഷിപ്പിൽ തിരിച്ച് അവിടെ എത്തുന്നതായിരിക്കാം. ഏതെങ്കിലും ഒരു സീനായിരിക്കാം അത്. പക്ഷേ അവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ വരണമെങ്കിൽ ഈ ഫസ്റ്റ് 20 മിനിറ്റ് സിനിമയുടെ ഫസ്റ്റ് 20 മിനിറ്റ് മുമ്പ് തന്നെ വരും. ഇത് ഈ ട്രെയിലർ ഒരിടത്ത് പോലും നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെ മെൻഷൻ ചെയ്തിട്ടില്ല, കാണിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മേ ബി ക്യാപ്റ്റൻ മാർവലിൻ്റെ സിനിമ വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ക്യാപ്റ്റൻ മാർവൽ വരുന്നത് സിനിമയുടെ ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമായിരിക്കാം. എന്നിട്ട് നമ്മുടെ റോക്കറ്റ് റക്കൂൺ നമ്മുടെ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ മിസ്സിങ് ആയ കുറച്ച് ക്യാരക്ടേഴ്സ് ഒരാളാണ് റോക്കറ്റ് റക്കൂൺ. നമ്മൾ റോക്കറ്റ് റക്കൂൺ നമ്മുടെ വാർ മെഷീൻ എന്ന് ഫസ്റ്റ് ട്രെയിലർ കണ്ടില്ല. ഇപ്പോൾ റോക്കറ്റ് റക്കൂൺ എവിടെയോ നിന്ന് ഒരു വാതിൽ തുറക്കുന്നുണ്ട്. അത് സ്ഥലം എവിടെ നിന്നൊരു പിടിയില്ല. ചിലപ്പം താനോസിൻ്റെ സ്ഥലമായ ടൈറ്റനി ആയിരിക്കാം. സ്നാപ്പിന് ശേഷം താനോസ് ഒരിടത്ത് പോകുന്നുണ്ട്, ഒരു ടൈറ്റന് പോകുന്നുണ്ട്. ടൈറ്റൻ 2 എന്നാണ് അതിന് പറയുന്നത്. അവിടെ പോയി താനോസ് റെസ്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാം. ആ സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ നമ്മുടെ റോക്കറ്റിൻ്റെ ഒരു ഇത് കണ്ടോ, ഡ്രസ്സ് കോഡ് കണ്ടോ, ഡ്രസ്സ് നമ്മുടെ ഒറിജിനൽ നമ്മുടെ കോമിക്സുള്ള റോക്കറ്റ് റക്കൂണിൻ്റെ സെയിം ഡ്രസ്സ് തന്നെയാണ് നമ്മുടെ MCU ഉള്ള ഇപ്പോഴത്തെ റോക്കറ്റ് റക്കൂണിൽ എൻ ഗെയിമിൻ്റെ TV സ്പോട്ടിൽ കാണിച്ചിരിക്കുന്നത്. വേറെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലൊന്നും കണ്ടിട്ടേ ഇല്ല റോക്കറ്റ് റക്കൂൺ ആ ഒരു ഡ്രസ്സ് ഇട്ടേക്കണം. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, കാരണം മിക്കവാറും കാണാൻ കഴിയില്ല. മൊബൈലിലൊക്കെ കാണാൻ ഭയങ്കര പാടായിരിക്കും അത്, കാരണം അവ ഡാർക്ക് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ റോക്കറ്റ് റക്കൂൺ തുറക്കുന്നത് വക്കാണ്ടയും ആകാം. കാരണം വക്കാണ്ടയിലാണല്ലോ നമ്മുടെ ഇൻഫിനിറ്റി വാറിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെയുള്ള മിക്ക അവഞ്ചേഴ്സും ക്ലോസ് ആവുന്നത്. അപ്പം അതിന് ശേഷമുള്ള ജസ്റ്റ് സീൻ കാണിക്കുമായിരിക്കും. പിന്നെയുള്ള നമ്മുടെ ബ്ലാക്ക് വിഡോ അവഞ്ചേഴ്സ് ഫെസിലിറ്റിയിൽ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ബ്ലാക്ക് വിഡോ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എനിക്കറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മിക്കവാർക്ക് സ്പോട്ട് ചെയ്ത് കാണുമായിരിക്കാം. ബ്ലാക്ക് വിഡോയുടെ മുടി വളർന്നിരിക്കുന്നു, മുടിക്ക് ചേഞ്ച് ഉണ്ട്. നമ്മുടെ എൻ ഗെയിമിൻ്റെ ട്രെയിലറിൽ കണ്ടപ്പോൾ ഇൻഫിനിറ്റി വാറിൽ ഉണ്ടായിരുന്ന സെയിം ബ്ലാക്ക് വിഡോയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എൻ ഗെയിമിൻ്റെ സെക്കൻഡ് ട്രെയിലർ അല്ല, സോറി, നമ്മുടെ TV സ്പോട്ടിൽ വന്നപ്പോൾ ബ്ലാക്ക് വിഡോയ്ക്ക് നല്ല നീണ്ട മുടിയുണ്ട്, ഒരു പോണി ടെയിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ടൈം ഡിസ്റ്റൻസ് കാണും. ചിലപ്പം ഒരു സ്നാപ്പിൻ്റെ ഒരു 5-6 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം വല്ല ആയിരിക്കാം ചില അവഞ്ചേഴ്സ് സ്നാപ്പായി പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അത്രയ്ക്കൊരു ടൈം ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ അടുത്ത സീനാണ് നമ്മുടെ ആൻമാനും വാർ മെഷീന് ഹെൽമെറ്റ് ഇടുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു. നല്ല ഒരു കിടിലൻ സീൻ. നമ്മുടെ ആൻമാൻ വിത്ത് ദ സ്യൂട്ടാണ്. നമ്മുടെ സ്കോട്ട്ലാൻഡ് സ്യൂട്ട് ഹെൽമെറ്റ് മൂടുന്നു. അതിന് കൂടെ നമ്മുടെ വാർ മെഷീൻ റോഡി ഹെൽമെറ്റ് ഇടുന്നു. ആ ഒരു കിടിലൻ സീനാണ്. അപ്പം പിന്നെ നമ്മുടെ തോറിനെയാണ് കാണിക്കുന്നത്. തോറ് നമ്മുടെ എൻ ഗെയിമിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് പറഞ്ഞ തോറിൻ്റെ ഒരു കണ്ണും ഇല്ലെന്നാണ്. പക്ഷേ എനിക്കത് വിശ്വാസം വന്നില്ല. 2 കണ്ണ് ഉണ്ടെന്നാണ് കാണുന്നത്. കാരണം ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ റോക്കറ്റ് റക്കൂൺ ഒരു കണ്ണ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എൻ ഗെയിമിൻ്റെ TV സ്പോട്ടിൽ വന്നപ്പോൾ തോറ് 2 കണ്ണുമുണ്ട്. പിന്നെ തോറ് ആക്സ് മാറ്റി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, പർട്ടിക്കുലർ ഏരിയ നിൽക്കുന്നുണ്ട്. അത് എവിടെയൊന്നും ഒരു പിടിയില്ല. ഒന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വക്കാണ്ടയായിരിക്കാം, അല്ലെങ്കിൽ താനോസിൻ്റെ സ്ഥലമായ ടൈറ്റൻ 2 ആയിരിക്കാം. ഓക്കെ, അവ അടുത്താണ് കാണാൻ പോസിബിലിറ്റി കൂടുതൽ. പിന്നെ നമ്മുടെ ഹോക്കായാണ് വന്നിരിക്കുന്നത്. ഹോക്കായി നമ്മുടെ റോളിനായിട്ടല്ല, നമ്മുടെ ഹോക്കായി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു ബാക്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ ഒരു ഡിസ്ട്രാക്ഷൻ, എന്തൊക്കെയോ ഒരു അപകടമൊക്കെ നടന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഹോക്കായിൻ്റെ മേളിൽ ഒരു റെഡ് ലൈറ്റ് അടിക്കുന്നുണ്ട്. ചിലപ്പം അത് എന്തെങ്കിലും അലേർട്ട് മെസ്സേജോ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോൾ വല്ല അപകടം ഉണ്ടാകുമ്പോഴുള്ള അലേർട്ട് മെസ്സേജ് ഇല്ലേ, ആ ഒരു അലാറത്തിൻ്റെ കളറായിരിക്കാം ചിലപ്പോൾ അടിക്കുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കിടിലൻ സീനാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിൻ്റെ സീനാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് ഒന്ന് ടൈറ്റ് ചെയ്യുന്ന സീനാണ്. അപ്പം ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് തിരിച്ച് കിട്ടിക്കാണും. മിക്കവാറും ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡ് തിരിച്ച് കിട്ടും. ചിലപ്പോൾ ഈ സീന് ഫേക്കും ആകാം. കാരണം നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ നമ്മുടെ ഹാപ്പി ഹോഗൻ പറയുന്നുണ്ട് ക്യാപ്റ്റൻ അമേരിക്ക പ്രോട്ടോടൈപ്പ് ഷീൽഡ് അയൺമാൻ മേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഷീൽഡ് അയൺമാൻ വന്ന ശേഷം കൊടുത്തതായിരിക്കാം. പിന്നെ എനിക്ക് ആ ഷീൽഡിന് ആ ഒരു പിടുത്തം കണ്ടിട്ട് എനിക്ക് പഴയ ഷീൽഡായിരിക്കും തോന്നുന്നു. കാരണം ഫസ്റ്റ് അവഞ്ചർ തൊട്ടുണ്ടായിരുന്ന ഷീൽഡാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഏജ് ഓഫ് അൾട്രോണിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കണ്ടിയാണ് ഒരുമാതിരി മാഗ്നറ്റിക് രീതിയിലൊക്കെയാണ് ഷീൽഡ് അട്രാക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡിന് എറിയും. പിന്നെ തിരിച്ച് വരണമെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക പോയി അടിക്കേണ്ട കാര്യമില്ല. മാഗ്നറ്റിസം ഉപയോഗിച്ച് തിരിച്ച് ഷീൽഡ് കയ്യിൽ തന്നെ വരുന്ന ഒരു മെക്കാനിസം ഒന്നും ഇത് കണ്ടില്ല. മിക്കവാറും ഇത് ട്രെയിൻ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഷീൽഡ് ആയിരിക്കാം. അല്ലെങ്കിൽ പഴയ ഷീൽഡോ എല്ലാം ആയിരിക്കാം. പഴയ ഷീൽഡാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ വൈബ്രേനിയം മെറ്റൽ റെയറാണ്.
വക്കാണ്ട ഒഴിച്ച് ഈ ബാക്കി എല്ലാ സ്ഥലത്തും റെയറാണ്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഫെസിലിറ്റി എല്ലാ അവഞ്ചേഴ്സും കൂടി ചേർന്ന് ഒരു വാക്കിംഗ് ആണ് കാണിക്കുന്നത്. ആ സീനിൽ ഒരു ഓർഡറായിട്ട് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ബാക്കിൽ തോറ്, അതിൻ്റെ ബാക്കിൽ ബ്ലാക്ക് വിഡോ, അതിൻ്റെ ബാക്കിൽ നമ്മുടെ റോക്കറ്റ് റക്കൂൺ, അതിൻ്റെ ബാക്കിൽ ആൻറ്റ്മാൻ. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് മാറിയിട്ടാണ് നമ്മുടെ വാർ മെഷീനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ സംശയം മിക്കവാറും ആ ആൻറ്റ്മാനും വാർ മെഷീൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൊഫസർ ഹൾക്ക് കാണാം, അല്ലെങ്കിൽ ഹൾക്ക് നമ്മുടെ ബാനർ കാണുമായിരിക്കും. കാരണം അത്രയും ഡിസ്റ്റൻസ് ഇട്ട് വാക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഒരു സിനിമയൊക്കെ ആകുമ്പോൾ ഒരു മീൻസ് അല്ലെങ്കിലും ബാക്കി എല്ലാവരും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വാർ മെഷീൻ ആൻറ്റ്മാൻ നമ്മൾ ഭയങ്കര കൂടിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മിക്കവാറും അവിടെ പ്രൊഫസർ ഹൾക്കായി കാണും നമ്മുടെ ബ്രൂസ് ബാനർ. അങ്ങനെ പ്രൊഫസർ ഹൾക്കായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും. അത് മാർവെലെ ഗ്രാഫിക്സ് ഉപയോഗിച്ച് മാച്ച് കളഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ചിലപ്പം വാർ മെഷീൻ എന്തെങ്കിലും ജസ്റ്റ് നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ എല്ലാവരും പറയുന്നു അത് അവിടെ പ്രൊഫസർ ഹൾക്ക് ഉള്ളതുകൊണ്ടാണ് അത്രയും സ്പേസ് വന്നതെന്ന്. കാരണം ആ സീനകത്ത് മിക്ക സീനിലും നമ്മുടെ ബ്രൂസ് ബാനറിനെ കുറിച്ച് എടുത്ത് കാണിക്കുന്നില്ല. ആകെ 2-3 സീനിലെ മാത്രം ബ്രൂസ് ബാനറിനെ കാണിക്കുന്നുള്ളൂ. അപ്പം ഫാൻസ് എല്ലാം പറയുന്നത് പ്രൊഫസർ ഹൾക്കായി കാണും, പ്രൊഫസർ ഹൾക്കിനെ കാണിച്ചാൽ അത് സ്പോയിലറാവും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത് എന്നും പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഒരു കിടിലൻ ടി വി സ്പോട്ടാണ്. ഇനിയും ഇതേപോലത്തുള്ള ടി വി സ്പോട്ടേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മുടെ എൻ ഗെയിമിൻ്റെ തീയതി അടുത്തടുത്തിരിക്കുകയാണ്. നമ്മുടെ USA മാത്രമാണ് April 29 എൻ ഗെയിം റിലീസാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എന്നാണെന്നൊരു പിടിയില്ല. ബിക്കോസ് മാർവൽ സിനിമാസ് മിക്കവാറും USA ഇറങ്ങിയിട്ടൊക്കെ 1-2 ആഴ്ച ശേഷമായിരിക്കാം ഇന്ത്യയിൽ ഇറക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡേറ്റ് ഡിഫറൻസ് വരും. അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കാരണം സമയം കണ്ടോ, ഇഷ്ടം പോലെ സമയമായി. അപ്പം അത് നിങ്ങൾ കുറേ കാണില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടി വി സ്പോട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതെന്ന്, ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്, ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എന്ത് സംശയമാണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പുതിയൊരു വീഡിയോ കാണുന്നതിലേക്ക് നവീൻ കൃഷ്ണ, ബൈ.